പ്രിയപ്പെട്ടവരെ, ഇതിൽ പലരും കാട്ടുമൃഗങ്ങൾ അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പറമ്പിൽ പെറ്റുവരുന്ന ഈ കാട്ടുപന്നികള് വനമേഖലയിൽ നിന്ന് 10-60 കിലോമീറ്റർ അകലെയാണ്. ഈ കാട്ടുപന്നികൾ എങ്ങനെയാ കാട്ടുപന്നിയായത്? അത് ജന്മത്ത് കാട് കണ്ടിട്ടില്ല, പിന്നെ അത് കാട്ടുപന്നിയാവൂ? നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ വളർത്തുന്ന ഈ പന്നികൾ ഇന്നു മുതൽ എന്ത് പന്നികളാണ്? നാട്ടുപന്നികളാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. വനജീവി സംരക്ഷണ നിയമം അതെവിടെയാണ് നടപ്പിലാക്കേണ്ടത്? എവിടെയാണ് നടപ്പിലാക്കേണ്ടത്? പറ. വനത്തിനുള്ളിലാണ് നടപ്പിലാക്കേണ്ടത്. ഞങ്ങൾ നികുതി കൊടുത്ത് ആധാരം ചെയ്ത് പട്ടയം മേടിച്ച് നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമിയില് ഇനി ഒരു സർക്കാരിന്റെയും ഒരു വന്യജീവി സംരക്ഷണ നിയമവും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ മലയോര ജനത സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് വനത്തിലാണ്. അതിനാണ് ഈ മഹാനായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ നികുതിപ്പണം കൊണ്ട് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ മലയോര കർഷകന്റെ ദൗത്യമാണ് എന്ന് ഏതെങ്കിലും വനപാലകർ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതവർ തിരുത്തിയേ പറ്റൂ എന്നതോർക്കുക. അല്ലയോ കർഷകരെ? ജോസ് പിതാവും അതുപോലെ റമീജിസ് പിതാവും പറഞ്ഞു നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന്. ഞാനൊരു ഫോറസ്റ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ ഉടുമ്പിനെ പിടിച്ചതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പുമായിട്ട് ഒരു കർഷകനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞെന്താണോ? അദ്ദേഹം പറഞ്ഞു ഉടുമ്പിനെ പിടിച്ചതിന്റെ പേരിലല്ല, പിന്നെന്താണ്? അയാളെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് ചോദിച്ച് നിരന്തരം അയലോക്കക്കാര് ഫോൺ വിളിയാന്ന് പറഞ്ഞു. ഞാൻ ഈ പറയുന്നത് നിങ്ങളെ കൂടെ ഉദ്ദേശിച്ചു. അതായത് കാട്ടുപന്നിയെ വെടിവെച്ചാല് അല്ലെങ്കിൽ അതിനെ കെണിയിൽ പിടിച്ചാല് പ്രിയപ്പെട്ടവര്, വനം വകുപ്പിൽ പരാതി കൊടുത്തത് ചത്തുപോയ കാട്ടുപന്നിയുടെ ഭാര്യയല്ല, മക്കളല്ല, പിന്നെ ആരാ കൊടുത്തത്? നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ കൂട്ടായ്മയിലെ വിള്ളലാണ് ഇപ്രകാരമുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വങ്ങൾക്ക് ഈ മലയോര മക്കളുടെ മേല് കുതിര കയറാൻ അവസരമുണ്ടാക്കിയത് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അതൊരു ആപ്തവാക്യം പറഞ്ഞതല്ല, അതൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ല. ഇനി എന്റെ പ്രിയപ്പെട്ട മലയോര ജനതയെ, നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ട് എങ്കിൽ മറ്റെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിങ്ങൾ നിൽക്കാൻ തയ്യാറാണ് എങ്കിൽ എല്ലാവരും ശക്തമായി കൈയടിച്ച് ഈ കൂട്ടായ്മയുടെ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കാൻ പരിശ്രമിക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, മൂന്നാമതൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, കേരള സർക്കാർ കർഷകർക്ക് നേരെ കേസെടുത്തിരിക്കുകയാണ്. അതായത് കടുവ കടിച്ചു കൊന്ന നമ്മുടെ ചോരയിൽ പിറന്ന നമ്മുടെ സഹോദരങ്ങളുടെ മരണത്തിലെ വേദന കൊണ്ട് ഹൃദയം നുറുങ്ങിയ മനുഷ്യര് പ്രതിഷേധിച്ചപ്പോൾ സർക്കാർ കേസെടുത്തു. അത് കേന്ദ്ര ഗവൺമെന്റ് അല്ല കേസെടുത്തത്. കേസെടുത്തത് ആരാണ്? കേസെടുത്തത് കേരള സർക്കാരിന്റെ വകുപ്പുകളാണ്. ഈ കേസെടുത്തത് മര്യാദകളല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയാറുണ്ടല്ലോ, ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെയാ ഞാൻ നടന്നു വന്നത് എന്ന്. ഇതാ ഈ മലയോര ജനത പറയുന്നു, ഞങ്ങള് ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല, ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും സകലമാന കടുവായുടെയും
പുലിയുടെയും ഇടയിലൂടെയാണ് ഈ 80 കൊല്ലം ഈ വയനാട്ടിൽ ജീവിച്ചത് എങ്കിൽ ഇനിയും ഞങ്ങളത് ജീവിക്കും. നിങ്ങളുടെ കേസിന്റെ ഉമ്മാക്കി കാണിച്ച് ഈ ജനതയെ ഭയപ്പെടുത്താമെന്നും പെരക്കകത്തിരിക്കാമെന്നും ഒരാളും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ചില പ്രാദേശിക നേതാക്കൾ പറഞ്ഞു, വെള്ളയിട്ട പാതിരിമാരാണ് ഈ സമരത്തിന്റെ പിന്നില് എന്ന് വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടു.